Hi all, welcome back to EduPort. So today is October 13. ഈ വർഷം ഡിസംബർ 30 നടക്കാൻ പോകുന്ന NMMS പരീക്ഷ എഴുതുന്ന ഒരു കുട്ടി അതിന് വേണ്ട അപ്ലിക്കേഷൻ നൽകേണ്ട ദിവസം ഇന്ന് മുതൽ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മുതൽ ഒക്ടോബർ 27 വരെയാണ് അപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അഥവാ 27 വരെ തീയതി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് പിന്നത്തേക്ക് നീട്ടിവെക്കരുത്. എന്തെല്ലാം രേഖകളാണ് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും വേണ്ടത് 6 മാസത്തിനുള്ളിൽ എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. 6 മാസത്തിനുള്ളിൽ എടുത്തത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചെറിയ കുട്ടിക്കാലത്ത് എടുത്തു വെച്ച ഫോട്ടോ ഒന്നും കൊണ്ട് എന്ത് ചെയ്യരുത്, അപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കരുത്. ദെൻ നിങ്ങളുടെ ആധാർ കാർഡ് വേണം. അതുപോലെ തന്നെ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിയിക്കാനുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വേണം. പ്ലസ് നിങ്ങൾ SC ST റിസർവേഷൻ അർഹരായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റും നിങ്ങൾ റെഡിയാക്കി വെക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഇൻകം സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം 3.5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, NMMS എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തെളിയിക്കാൻ നമ്മളുടെ വരുമാനം അതിൽ കുറവാണെന്ന് കാണിക്കുന്ന ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് അഥവാ വരുമാന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം. അത് നമ്മൾ നേരെ പോയാൽ കിട്ടുന്ന സാധനമല്ല, ആദ്യം അതിന് വേണ്ടിയിട്ടും നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഇൻകം സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരന്റിന്റെ ആധാർ കാർഡ്, അതുപോലെ തന്നെ വീടിന്റെ ഒക്കെ സ്ഥലത്തിന്റെ നികുതി അടച്ച റെസിപ്റ്റ്, അതുപോലെ തന്നെ റേഷൻ കാർഡുമായിട്ട് പോയിട്ട് ആദ്യം ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അത് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, NMMSന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ സാധനങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററിൽ നിന്നും അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത സ്ഥലത്ത് നിന്നും ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കും. ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ സ്കൂളിലേക്ക് എത്തിക്കുക കൂടെയാണ് ചെയ്യേണ്ടിയുള്ളത്. സോ ഇനി എന്ത് ചെയ്യരുത്, ഞാൻ പറഞ്ഞ പോലെ നീട്ടിവെക്കരുത്, വേഗം അപേക്ഷിക്കുക, നന്നായി പഠിക്കുക, നമുക്ക് പൊളിക്കാം.